ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോയിൽ ഇൻട്രസ്റ്റ്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഇൻട്രോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലൊരു ലക്കി സീഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കുന്ന സീഡ് എടുത്ത് കോപ്പി ചെയ്ത് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഗെയിമിലോട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ വേൾഡ് നെയിം ലക്കി സീഡെന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സീഡ് നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ചീറ്റ്സ് ഓൺ ആക്കണം. ചീറ്റ്സ് ഓൺ ആക്കുന്നതായിരിക്കും നല്ലത്. ചീറ്റ്സ് നിങ്ങൾ ഓൺ ആക്കണം. അപ്പോൾ ഞാനിത് ലോഡായി കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്പോൺ ആവുന്ന ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ആ മലയുടെ അപ്പുറത്തായിരിക്കും. എവിടെയാണെങ്കിലും നിങ്ങളിതാ ഇങ്ങനൊരു ഡെസേർട്ട് ടെമ്പിൾ എന്തായാലും കാണും. ചിലപ്പോൾ നിങ്ങൾ സ്പോൺ ആകുമ്പോൾ അവിടുത്തെ മലയുടെ അപ്പുറത്തായിരിക്കും. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു മല നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഞാൻ സ്പെക്ടേറ്റർ മോഡ് ആദ്യം ഓണാക്കാം. ഈ ചീറ്റ് എന്തിനാണ് ഓണാക്കാന്ന് വെച്ചാൽ, ചീറ്റ് ഓണാക്കിയാലേ നിങ്ങൾക്ക് സ്പെക്ടേറ്റർ മോഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചീറ്റ്സ് ഓണാക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഈ മല കണ്ട ഗൈസ്, നിങ്ങൾ ഒന്നെങ്കിൽ ഈ മല ഞാനിപ്പോൾ എടുത്ത് സ്പോൺ ആവും, അല്ലെങ്കിൽ ഈ മലയുടെ ബാക്ക് വശത്ത് ഇവിടെ ആയിട്ടായിരിക്കും നിങ്ങൾ സ്പോൺ ആകാൻ പോകുന്നത്. ഇവിടെ സ്പോൺ ആയാലും നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ സ്പോൺ ആയ ഈ ഒരു ഏരിയയിൽ തന്നെ സ്പോൺ ആവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഡെസേർട്ട് ടെമ്പിൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ, ഇതൊരു സാധാരണ ഡെസേർട്ട് ടെമ്പിൾ ആണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ പോയിട്ട് അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലഷ് കേവ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ലഷ് കേവ്, ഒത്തിരി ദൂരം അങ്ങോട്ടുണ്ട് ലഷ് കേവ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു നെതർ പോർട്ടലുണ്ട്. റോയിൻ്റെ നെതർ പോർട്ടലാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റൊക്കെ നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയോ. ഇതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും സംഭവങ്ങളുള്ള ഒരു ഇതാണിത്. ഇത് മാത്രമല്ല ഇതിനകത്തുള്ളത്, ഇതിനകത്ത് എവിടെയോ ഒരു ട്രയൽ ചേമ്പറും കൂടെ ഉണ്ട്. എനിക്കിത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ഒരു തവണ ഇത് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഒരു ട്രയൽ ചേമ്പറുണ്ട് ഇതിൻ്റെ അടുത്തായിട്ട്. അത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. കാണിച്ച് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ എന്തായാലും ഞാൻ. ഇവിടെ ഏതോ ഒരു സൈഡിലായിട്ടുണ്ടത്, ഞാനതൊന്ന് കണ്ടുപിടിക്കട്ടെ. ഗൈസ്, കണ്ടുപിടിച്ചു ഇവിടെ താഴെ ഉണ്ട്. ഈ ട്രയൽ ചേമ്പർ എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് നോക്കട്ടെ. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ക്ലൂ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ചെസ്റ്റ് എന്തായാലും ആദ്യം തന്നെ കാണുമല്ലോ. ഈ ചെസ്റ്റിൻ്റെ ബാക്ക് സൈഡ്, ചെസ്റ്റിൻ്റെ ഫ്രണ്ട് ഇതാണല്ലോ. അപ്പോൾ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നേരെ ഇങ്ങനെ പോവുക. ഇങ്ങനെ നേരെ പോകുമ്പോൾ ട്രയൽ ചേമ്പറിനോട്ട് നിങ്ങൾ ചെല്ലും. കാണാൻ പറ്റും നിങ്ങൾക്ക് ട്രയൽ ചേമ്പർ. ഇത് ലക്കി സീഡ്സ്, ഫൈൻഡിങ് ലക്കി സീഡ്സ് പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞാൻ ഇന്ന് തന്നെ ഇതിൻ്റെ പാർട്ട് 2 പോസ്റ്റ് ചെയ്യും. പാർട്ട് 2 ഞാൻ കണ്ടു വച്ചേക്കുന്ന സീഡ് ഒരു അടിപൊളി സീഡാണ് ഗൈസ്. നിങ്ങൾക്കത് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. കണ്ടോ ഗൈസ്, ഈ ഒരു നോക്കുമ്പോൾ ഈ ഡെസേർട്ട് ടെമ്പിൾ ഉള്ളെന്നുള്ളൂ. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ എന്തോരം ഐറ്റംസ് ഉണ്ടോ നിങ്ങൾ തന്നെ കണ്ടാണല്ലോ. അപ്പോൾ എന്തൊക്കെ ഈ വീഡിയോ എടുത്തല്ലേ നിങ്ങൾക്ക് ഈ ഡെസേർട്ട് ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ സ്പെക്ടേറ്റർ മോഡ് മാറ്റട്ടെ. ഓക്കെ, ഞാൻ സ്പെക്ടേറ്റർ മോഡ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ആദ്യത്തെ ചെസ്റ്റിൽ റോട്ടൺ ഫ്രഷും കോപ്പറും ഹോഴ്സ് ആർമറൊക്കെയാണ്. ഇതിലെന്തോ ഒരു എൻചാൻറ്റഡ് ബുക്കുണ്ട്. ഷാർപ്നെസ് 2 മൾട്ടി ഷോട്ടും ആണ്. ഇതിൽ ഹോഴ്സ് ആർമർ മാത്രമേ ഉള്ളൂ. ഇതിൽ അയൺ, എമറാൾഡ്, ലെതർ, ഗൺ പൗഡർ, സ്പൈഡർ ഇതൊക്കെയാണ്. വേസ്റ്റാണ്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡയമണ്ട് കിട്ടിയേക്കാം. പിന്നെ എങ്ങാനും നിങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് കയറിയാൽ TNT പൊട്ട് മരിച്ചില്ലെങ്കിൽ പോലും താഴെ ചെന്ന് ലാവയിലോട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.